ഇന്ന് നമ്മൾ 152 ഖണ്ഡിക പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്ന ക്ലാസ്സിൻ്റെ തുടർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. അപ്പോൾ അതൊന്ന് വായിച്ച് മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവുമായി പങ്കാളിത്തമില്ലാതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക ഒരുവന് സാധ്യമല്ല. യേശു ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനാകാതെ യേശു കർത്താവാകുന്നു എന്ന് പറയാൻ ആർക്കും സാധിക്കയില്ല. 1 കൊരിന്ത്യർ 12:3. പരിശുദ്ധാത്മാവ് എല്ലാറ്റിനെയും, പ്രൈസ് ദ ലോർഡ്, അടുത്ത് വരുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെപ്പോലും പരിശോധിക്കുന്നു. ഇതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ദൈവാത്മാവല്ലാതെ മറ്റാരും ദൈവത്തിൻ്റെ ചിന്തകളെ ഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മാത്രമേ ദൈവത്തെ പൂർണ്ണമായി അറിയാൻ കഴിയൂ. ഇത് നമ്മുടെ ഈ കാറ്റഗിസത്തിലുടനീളം ഉള്ള ഒരു തരംഗമാണ്. ഗോഡ് എലോൺ റിവീൽസ് ഗോഡ്. ദൈവം മാത്രമാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. നാം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, കാരണം അവിടുന്ന് ദൈവമാണ്. ഇനി മറ്റൊന്ന്, അവിടുന്ന് നമ്മിൽ വസിക്കുന്നു. അവിടുന്ന് ഒരു ദൈവിക വ്യക്തിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം ഇന്നലെ നമ്മൾ വളരെയധികം വിശദീകരിച്ചു. ഇനി 243 683 ഖണ്ഡികകളിലേക്ക് പോവുകയാണ്. 243 എന്ന് പറയുമ്പോൾ ത്രിത്വത്തെക്കുറിച്ചാണ്. 243 ത്രിത്വത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തപ്പെട്ട പിതാവ് പുത്രനും. 243 വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ത്രിത്വത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കുക എന്നത് തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ വിഷമിക്കരുത്. പരിശുദ്ധാത്മാവേ മനസ്സിലാക്കി തരണേ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥനാപൂർവമായിരിക്കുക. മറ്റൊരു പാരക്കലേത്തായെ അഭിഭാഷകനെ അഥവാ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് യേശു തൻ്റെ പെസഹായ്ക്ക് മുമ്പായി പ്രഖ്യാപിച്ചു. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും മറ്റൊരു സഹായകനെ സൃഷ്ടി മുതൽ, ശ്രദ്ധിക്കണം, സൃഷ്ടി മുതൽ, അതാണ് ആദ്യം, കർമ്മനിരതനും മുൻകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചവനുമായ അവിടുന്ന് ഇനി ശിഷ്യന്മാരോടൊപ്പവും അവരിലും ആയിരിക്കും. ഇത് നൈസായൻ കോൺസ്റ്റാന്റിനോപ്പിൾ സുനഹദോസിലെ ആ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണത്. അവരെ പഠിപ്പിക്കുന്നതിനും എല്ലാ സത്യത്തിലേക്കും അവരെ നയിക്കേണ്ടതിനുമാണിത്. അതാണ് അവരെ പഠിപ്പിക്കുന്നതിനും. അത് ഈശോ പറഞ്ഞു, അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അതാണ് പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവരെ പഠിപ്പിക്കുന്നതിനും. അതുപോലെ യോഹന്നാൻ 16:13-14 പറയുന്നത്, അവൻ വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. എല്ലാ സത്യത്തിലേക്കും. സത്യം എന്ന് പറയുമ്പോൾ, സത്യം എന്ന് പറയുന്നതും ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ സത്യം എന്ന് പറയുന്നതിന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു നുണയല്ലാത്തൊരു കാര്യമാണ് സത്യം എന്നുള്ള അർത്ഥത്തിലാണ്. ആ രീതിയിലല്ല ഇവിടെ സത്യം എന്നതിൻ്റെ അർത്ഥം. സത്യത്തിലേക്കും അവരെ നയിക്കേണ്ടതിനുമാണിത്.
ഇങ്ങനെ യേശുവിനോടും പിതാവിനോടും ഒത്ത് മറ്റൊരു ദൈവീക വ്യക്തി ആയിട്ടാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ദൈവീക വ്യക്തി. അപ്പോൾ ഇത് നമ്മൾ ഈ നമ്മുടെ ക്ലാസ്സുകളിൽ പല മേഖലകളിലും പറയാറുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ യേശുവിനോടും പിതാവിനോടുമൊത്ത് മറ്റൊരു ദൈവിക വ്യക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രാവാണ്, വെള്ളമാണ്, തീയാണ്, പിന്നെന്താണ്, കാറ്റാണ്. ഇങ്ങനെയുള്ള സിമ്പിൾസിനാണ് നമ്മൾ എന്തോ കാരണവശാൽ ഊന്നൽ കൊടുത്തു പോയിരിക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ സാക്ഷ്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 10-30 വർഷം മുമ്പ് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടായത്, ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് എന്നിലുണ്ടായിരുന്നു, പക്ഷെ എനിക്കതിൻ്റെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ വരുന്നത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനങ്ങൾ കേട്ടൊരു ധ്യാനത്തിൻ്റെ കാസറ്റ് കേട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥന നടത്തുന്നതിനോടൊപ്പം ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കാസറ്റും മീഡിയയുടെ പ്രവർത്തനങ്ങളെല്ലാം ലൈവ് 30 വർഷം മുമ്പത്തെ കാര്യമാണ് ഈ പറയണത്. ഭാഷാവരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. കേട്ടിരുന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ബോംബെയിൽ നിന്ന് ജബൽപൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മഹാനഗരി എക്സ്പ്രസ്സിൽ വെച്ചിട്ട് ആളുകളെല്ലാം ആകെ നോക്കുന്നുണ്ടാവും, ആകെ അന്തം വിട്ടു പോയിട്ടുണ്ടാവും. പിന്നെ അവർ വിചാരിച്ച് കാണും അദ്ദേഹത്തിന് എന്തെങ്കിലും വിഭ്രാന്തി പറ്റിയിട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ ഒരു ദിവ്യ അനുഭവത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരാൾ സംസാരിക്കണം, ഒരു വ്യക്തിക്ക് സംസാരിക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ ആ വചനത്തിന് എന്നെ സ്പർശിച്ചൊരു വചനം ഇതായിരുന്നു: ഡു യു നോട്ട് നോ യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്? നീ ഇതറിയുന്നില്ലേ, നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലേ? 1 കൊരിന്ത്യർ 3:16 അല്ല. അപ്പോൾ മുതൽ എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന്, എപ്പോഴും എന്നോട് സംസാരിക്കുന്ന ഒരാളാണെന്നും, എന്ത് കാര്യത്തിനും പരിശുദ്ധാത്മാവിനോട് എനിക്ക് സംസാരിച്ചാൽ ചിലപ്പോൾ ഉടനെ തന്നെ എനിക്ക് ഉത്തരം കിട്ടും, ചിലത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം ഉത്തരം കിട്ടണത്, അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്നത് എനിക്ക് മനസ്സിലാകില്ലായിരിക്കാം. നമ്മളിൽ ഒരു കൗൺസിലർ ഉണ്ട്. ആ കൗൺസിലർ, സഹായകൻ, പാരക്കലേത്ത, ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്, ഇങ്ങനെ പല പേരുകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിത്വത്തെ, ദൈവിക വ്യക്തിത്വത്തെ നമ്മൾ കണ്ടുമുട്ടിയാലേ നമ്മുടെ യഥാർത്ഥ ക്രിസ്തീയ വീര്യം, ലഹരി, ശക്തി, ജ്ഞാനം എല്ലാം പൊട്ടിപ്പിളരുകയുള്ളൂ. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനമായ കാര്യം പരിശുദ്ധാത്മാവ് ആ ദൈവീക വ്യക്തിയാണെന്നും ആ ദൈവീക വ്യക്തി ത്രിത്വം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മളിലുണ്ട്. അതാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസം. ഉണ്ടോ? സഹവാസം. നമ്മൾ തീയായിട്ടാണോ സഹവസിക്കുന്നത്? കാറ്റായിട്ടാണോ സഹവസിക്കുന്നത്? പ്രാവായിട്ടാണോ സഹവസിക്കുന്നത്? വായുവായിട്ടാണോ സഹവസിക്കുന്നത്? അതെല്ലാം പ്രതീകങ്ങളാണ്. എന്നാൽ നമ്മളോട് സഹവസിക്കുന്നത് വികാരഭാവങ്ങളുള്ള ഒരു വ്യക്തിയാണ്.
അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആർക്കാ ദുഃഖമുണ്ടാകണത്? കാറ്റിനും തീക്കും ദുഃഖമുണ്ടാകുമോ? ഒരു വ്യക്തിക്കാണ് ദുഃഖമുണ്ടാകുന്നത്. സന്തോഷമുണ്ടാകണു. പരിശുദ്ധാത്മാവ് ഈശോ അവൻ ആത്മാവിൽ ആനന്ദിച്ചു. കണ്ടോ, ആനന്ദിച്ചു. മാതാവ് സ്തോത്രഗീതം ആലപിക്കുന്നത് മുഴുവൻ ആനന്ദം കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഈ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദമാണ്. അതോടൊപ്പം പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, പരിശുദ്ധാത്മാവ് നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, അതാണ് പ്രവചനങ്ങളെ നിന്ദിക്കരുത്. അപ്പോൾ നിർവീര്യമാകുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ദൈവം പറയുന്ന കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കഴിവുകളെല്ലാം നമ്മൾ തിരസ്കരിക്കുന്നു. സ്നേഹമുള്ളവരെ, എന്തോ ഒരു വലിയ രഹസ്യമാണിത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ആ പാരഗ്രാഫ് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കേട്ടു, മുൻകാലങ്ങളിൽ സൃഷ്ടി മുതൽ കർമ്മനിരതനും മുൻകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. അതാണ് നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവും ജീവദാതാവും പിതാവിനും നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവരും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് 683 പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന പ്രബോധന ഭാഗത്തിൻ്റെ ആദ്യ ഖണ്ഡികയാണിത്. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് 683. വീണ്ടും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. അബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനം 4:6, അതുപോലെ റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 14-15 ഉള്ളതാണ് പൗലോസ്ലീഹയുടെ പ്രസിദ്ധമായ ഈ അവതരണം. ആബാ പിതാവേ എന്ന് വിളിക്കാൻ, അപ്പോൾ ഒരു വശത്ത് യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കില്ല. അങ്ങനെയാണ് പ്രൈസ് ദ ലോർഡ് എന്നെല്ലാം നമ്മൾ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് പ്രൈസ് ദ ലോർഡ്. യേശു കർത്താവാണെന്ന് പറയാൻ. ഇനി അടുത്തത് പിതാവായ ദൈവത്തെ, ആബാ പിതാവേ. ദൈവം എന്ന് പറയുന്നത് ആകാശത്തിന് മുകളിലിരിക്കുന്ന ഒരു ശക്തിയോ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കണ്ടെത്തുന്ന അല്ലെങ്കിൽ കാർമേഘങ്ങളിൽ കണ്ടെത്തുന്ന ഒരു ശക്തിയെ അതൊന്നുമല്ല. ദൈവം നമ്മുടെ വാത്സല്യ നിറഞ്ഞ അപ്പനാണ്. അപ്പൻ നമ്മുടെ അപ്പനാണ്, നമ്മുടെ പിതാവാണ്. അങ്ങനെ ദൈവത്തെ വിളിക്കാൻ അപ്പാ, എൻ്റെ അപ്പാ. ഈശോയുടെ മാതൃഭാഷയിൽ, അന്നത്തെ അറാമിക് ഭാഷയിൽ ഈശോ വിളിച്ചിരുന്നത് അബാ. നമ്മൾ വീട്ടിൽ ചാച്ചാ, അപ്പച്ചാ, ഡാഡി എന്ന് വിളിക്കുന്ന ഓമനത്വത്തോടു കൂടി ആബാ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഈ 2 സെൻറ്റൻസിലൊന്ന് പുത്രനെ നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്, പിതാവിനെ മനസ്സിലാക്കുന്നതും പരിശുദ്ധാത്മാവിലൂടെയാണ്. കാരണം ആ പുത്രൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോഴാണ് പുത്രൻ്റെ ഭാഷയിലൂടെ നമ്മൾ പിതാവിനെ വിളിക്കുന്നു, ദൈവത്തെ. വിശ്വാസത്തിൻ്റെ ഈ അറിവ് പരിശുദ്ധാത്മാവിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. വിശ്വാസത്തിൻ്റെ ഈ അറിവ്, അതാണ്. നമ്മൾ അതിനു മുമ്പെല്ലാം പള്ളിയിൽ പോയിരുന്നു, നമ്മളെല്ലാ കാര്യങ്ങളും ചട്ടം പടി ചെയ്യുന്നു. പക്ഷേ വിശ്വാസത്തിൻ്റെ ഒരറിവ്
പരിശുദ്ധാത്മാവിലൂടെ ജ്വലിച്ചപ്പോഴാണ് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെ ആ പിതാവിൻ്റെ ആലിംഗനത്തിൽ അമർന്ന് അങ്ങനെ ഇരുന്നു പോകുന്നു. പ്രാർത്ഥനയ്ക്ക് വേറൊരു ഡയമെൻഷനാണ് ഉണ്ടാകുന്നു. പ്രാർത്ഥന എന്തോ എവിടെയോ നോക്കി ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന സ്നേഹത്തിൻ്റെ വായ്പാണത്. വിശ്വാസത്തിൻ്റെ ഈ അറിവ് പരിശുദ്ധാത്മാവിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ നാം ആദ്യമായി പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അതാണ് അവിടുന്ന് നമ്മിൽ വരികയും പരിശുദ്ധാത്മാവ് നമ്മിൽ വരികയും നമ്മിൽ വിശ്വാസത്തിൻ്റെ ദീപം തെളിയിക്കുകയും ചെയ്യുന്നു. സഭയിൽ നാം സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ കൂദാശയായ മാമോദീസ വഴി പിതാവിൽ നിന്നും ഉത്ഭവിക്കുന്നതും പുത്രനിൽ നമുക്ക് നൽകപ്പെടുന്നതുമായ ജീവനെ അവഗാഠമായും വ്യക്തിപരമായും പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പകർന്നു തരുന്നു. അതാണ് ആ ജ്ഞാനസ്നാന സമയത്ത് നമ്മളോട്, അല്ലെങ്കിൽ ജ്ഞാനസ്നാനത്തിന് മുമ്പ് നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കളോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. വിശ്വാസ പ്രമാണത്തിൻ്റെ വേറൊരു മോഡലാണ്. പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ? പിന്നെ പുത്രനെക്കുറിച്ച് പറഞ്ഞിട്ട് പുത്രനിൽ വിശ്വസിക്കുന്നുവോ? പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നുവോ? അതോടെ നമ്മൾ വിശ്വാസത്തിൻ്റെ ആ വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതാണ് നാം സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ കൂദാശയായ മാമോദീസ വഴി പിതാവിൽ നിന്നും ഉത്ഭവിക്കുന്നതും പുത്രനിൽ നമുക്ക് നൽകപ്പെടുന്നതുമായ ജീവനെ അവഗാഠമായും വ്യക്തിപരമായും പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പകർന്നു തരുന്നു. ആ ജ്ഞാനസ്നാന ജലം തയ്യാറാക്കുന്ന സമയത്ത് വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ പലപ്പോഴും പറയാറുള്ളതാണത്. മനോഹരമാണത്. സിറോ മലബാർ ആരാധനാക്രമം അനുസരിച്ച് വൈദികൻ ആ വെള്ളത്തിൽ അഭിഷേക തൈലം മുക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു എപ്പിക്ലേസിസ് റുഹാക്ഷണ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവേ ഈ വെള്ളത്തിലേക്ക് എഴുന്നള്ളി വന്ന്, ഈ ജലത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഈ ജലത്തിനെ സഭയുടെ ഉദരമാക്കണമേ. ഇതിൽ നിന്നാണ് ഈ ശിശുവിന് ജന്മം നൽകാൻ പോകുന്നത്, ആത്മാവിൽ ജനിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ സഭയുടെ ഗർഭപാത്രമാക്കണമേ. അതാണ് മാമോദീസ തൊട്ടിൽ. പള്ളിയുടെ വളരെ പ്രധാന സ്ഥലത്ത് വെച്ചുകൊണ്ട് ആ മാമോദീസ തൊട്ടിലാണ്. ആ മാമോദീസ തൊട്ടിൽ മറ്റൊരു വിധത്തിൽ സഭയുടെ ഗർഭപാത്രമാണ്. പക്ഷേ അതിൽ വെള്ളം ഉണ്ടാകണം. അപ്പോൾ എപ്പോഴും ചിലപ്പോൾ വെള്ളം അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഓരോ മാമോദീസ സമയത്ത് വെള്ളത്തെ ആശീർവദിച്ച് ആ മാമോദീസ തൊട്ടിലിൽ വെക്കുകയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലെടുക്കുകയോ ചെയ്യുന്നു. അപ്പോഴാണ് ആ മാമോദീസ തൊട്ടിൽ, അതാണ് ഈശോ മാമോദീസ മുങ്ങിയതിലൂടെ, ഈശോ ജോർദാൻ നദിയിൽ മാമോദീസ മുങ്ങിയതിലൂടെ മാമോദീസ തൊട്ടിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ആ വെള്ളത്തെ ലോകം മുഴുവനുമുള്ള സകല ജനത്തിൻ്റെയും ജ്ഞാനസ്നാനത്തിന് വേണ്ടിയുള്ള സഭയുടെ ഗർഭപാത്രമാക്കി മാറ്റുകയും ചെയ്തു. അതിൽ നിന്നാണ് ക്രിസ്ത്യാനി ജനിക്കുന്നത്. അപ്പം അവിടെ ഇനി തുടർന്നിവിടെ വിശുദ്ധ ഇറേനിയോസ് പറഞ്ഞിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ് ഇവിടെ. പിതാവായ ദൈവത്തിൽ അവിടുത്തെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിലുള്ള പുതിയ ജനനത്തിൻ്റെ കൃപ മാമോദീസ നമുക്ക് നൽകുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. പിതാവായ ദൈവത്തിൽ അവിടുത്തെ പുത്രനിലൂടെ
പരിശുദ്ധാത്മാവിലുള്ള പുതിയ ജനനത്തിന്. അതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് മാമോദീസ നൽകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിക്കുന്നവർ വചനത്തിലേക്ക്, അതായത് പുത്രനിലേക്ക്. പുത്രനാണ്, ആരാണ് പുത്രൻ? പുത്രൻ പിതാവിൻ്റെ വചനമാണ്. പിതാവിനോടൊപ്പമുണ്ടായിരുന്നവനും സമയത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിക്കപ്പെടുകയും ചെയ്ത അവതീർണ വചനം, അതായത് പുത്രനിലേക്ക് നയിക്കപ്പെടുന്നു. പുത്രൻ അവരെ പിതാവിന് സമർപ്പിക്കുന്നു. പിതാവ് അവർക്ക് അക്ഷയത്വം നൽകുന്നു. കണ്ടോ, അവിടെയാണ് നിത്യത. അക്ഷയത്വം നൽകുന്നു. പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവത്തിൻ്റെ പുത്രനെ കാണാൻ സാധ്യമല്ല. പുത്രനെ കൂടാതെ പിതാവിനെ സമീപിക്കാൻ ആർക്കും സാധ്യമല്ല. എന്തെന്നാൽ പിതാവിൻ്റെ അറിവ് പുത്രനാണ്. പിതാവിൻ്റെ അറിവ് പുത്രനാണ്. ദൈവത്തിൻ്റെ പുത്രനെ പറ്റിയുള്ള അറിവ് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഓ ദൈവമേ, ഇവിടെയാണ് ജ്ഞാനം നൽകണേ. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? പരിശുദ്ധാത്മാവേ, മനസ്സിലാക്കി തരണേ. ദൈവിക ജ്ഞാനമേ, ഞങ്ങളിൽ മനസ്സിലാക്കി തരണേ. എന്താണ് നമ്മൾ കേട്ടത്? പിതാവിൻ്റെ അറിവ് പുത്രനാണ്. പുത്രനാണ്. പിതാവിൻ്റെ അറിവ് പുത്രനാണ്. അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നോക്കാം. 653. യെസ്, നോളജ് എന്നാണ് ഇവിടെ പറയുന്നത്. ഫോർ ദ നോളജ് ഓഫ് ദ ഫാദർ ഈസ് ദ സൺ, ആൻഡ് ദ നോളജ് ഓഫ് ഗോഡ് സൺ ഈസ് ഒബ്റ്റെയിൻഡ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. അപ്പം അതാണ് വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്. വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്. ഓ പരിശുദ്ധാത്മാവേ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും അതിനെ ഒന്ന് നമ്മുടെ സമകാലീന അവസ്ഥയുമായിട്ട് നോക്കുമ്പോൾ, ഈ നോളജ്, നമ്മൾ വർത്തമാനപത്രം വായിക്കുന്നു, മാഗസീനുകൾ വായിക്കുന്നു, വലിയ വലിയ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പടങ്ങളുള്ള മാഗസീനുകളൊക്കെ വീട്ടിൽ വരുത്തി അവിടെ വയ്ക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് പുസ്തകങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് മീഡിയകൾ വരുന്നുണ്ട്. ഇതെല്ലാം നോളജാണ് തരുന്നത്. പക്ഷെ എന്തിനെക്കുറിച്ചുള്ള നോളജ്? എന്തിനെക്കുറിച്ചുള്ള നോളജാണ് നമുക്ക് വേണ്ടത്? ഇവിടെയാണ് പൗലോസ് അപ്പസ്തോലൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വചനം, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഏറ്റവും ശ്രേഷ്ഠമായതിനാൽ ഞാൻ മറ്റുള്ളതിനെല്ലാം ഉച്ചിഷ്ടം പോലെ കണക്കാക്കുകയും ഇത് അവനെ നേടുന്നതിന് വേണ്ടിയും അവനിൽ ഒന്നാകുന്നതിനും വേണ്ടിയുമാണ്. നോളജ്, നോളജ്, നോളജ്. സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ വലിയ വിപ്ലവം ഉണ്ടാകാനുണ്ട്. വിപ്ലവാത്മകമായ ഒരു പാരഡൈം ഷിഫ്റ്റ് നമ്മളിൽ തന്നെ ആരംഭിക്കണം. നമ്മൾ എന്തോ കാരണവശാൽ ലോകത്തിൻ്റെ നോളജുകളിലേക്ക്, അറിവിലേക്ക് അങ്ങ് 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 മയങ്ങിപ്പോയോ. അതുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും അറിവുകൾ ഈ പരിശുദ്ധാത്മാവിലൂടെ സഭയിൽ നൽകിയിരിക്കുന്നു. കേട്ടോ, കഥനാവറയ സഭാപിതാക്കന്മാരുടെ അറിവ്, സഭാപിതാക്കന്മാർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചുമുള്ള ആ അറിവ്. അപ്പോൾ ഈ അറിവിൻ്റെ കാര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ഫ്രീഡമാണ് അവിടെ. എന്താ നമ്മുടെ ഫ്രീഡം? എന്താണ് ഞാൻ എടുക്കേണ്ടത്? ഇവിടെ വീണ്ടും 1 കൊരിന്ത്യർ 2:2 വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഇതൊരു ഫനാറ്റിസമാണെന്ന് ചിലപ്പോൾ പറയാം. ഫനാറ്റിക്കാകൂ ക്രിസ്തുവിന് വേണ്ടിയിട്ട്. ക്രിസ്തുവിനെ വേണ്ടി ഒരു ഫനാറ്റിക്കാകൂ, ഒരു ഭ്രാന്തനാകൂ. ഞാൻ
മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 3:21, അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു, കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നവർ കേട്ടു. അപ്പം നമ്മൾ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിനെ പ്രതി ഭ്രാന്തനാകണം. ഉള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇവിടെ പറയാണ്, പുത്രനെ കൂടാതെ പിതാവിനെ സമീപിക്കാൻ ആർക്കും സാധ്യമല്ല. എന്തെന്നാൽ പിതാവിൻ്റെ അറിവ് പുത്രനാണ്. ഈ ഭാഷ മനസ്സിലാക്കണം. പുത്രൻ്റെ, ദൈവത്തിൻ്റെ പുത്രനെ പറ്റിയുള്ള അറിവ് പരിശുദ്ധാത്മാവിലൂടെയാണ്. നമ്മൾ വീണ്ടും 152 അടുത്ത അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് സഭ ഒരിക്കലും വിരമിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആരിൽ വിശ്വസിക്കുന്നു, ഇതതിൻ്റെ ഒരു അഡ്വാൻസ് ഡോസേ ആയിട്ടുള്ളൂ. ഇനി മുഴുവനും നമ്മൾ വിശ്വാസ പ്രമാണത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിശ്വാസത്തെക്കുറിച്ച് കുറേ പഠിക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വളരെ പ്രാർത്ഥനാപൂർവം നീങ്ങണം കേട്ടോ, എങ്കിലേ അത് മുഴുവനും മനസ്സിലാകുകയുള്ളൂ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് സഭ ഒരിക്കലും വിരമിക്കില്ല. നമ്മളിത് കൊന്തയിലും വിശ്വാസ പ്രമാണം ചെല്ലുന്നു, കുർബാനയിൽ വിശ്വാസ പ്രമാണം ചെല്ലുന്നു, അല്ലാതെയും ചിലർ കുറേ വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട്. പക്ഷെ വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടാകുന്നുണ്ടോ? വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ഒരു സൗജന്യ ദാനമാണ്. ആ വിശ്വാസം നമ്മളിൽ വളരുന്നത് അറിവിലൂടെയാണ്. അറിവിലൂടെ നമ്മൾ ആരിൽ വിശ്വസിക്കുന്നു, നമ്മൾ ആദ്യത്തെ ഇതിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിബന്ധമാണ്. ആ പിതാവിനോടുള്ള വ്യക്തിബന്ധം, പുത്രനോടുള്ള വ്യക്തിബന്ധം. എന്നാൽ പിതാവിനോടും പുത്രനോടുമുള്ള ആ വ്യക്തിബന്ധത്തിൽ നമ്മൾക്കൊരു സഹായകൻ വേണം. അതാരാണ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ ആദ്യം ആ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് കൈപിടിച്ച്, തോമസ് പോളെ വാ, ഞാൻ നിന്നെ കൊണ്ടുവന്നേ, ഞാൻ കൊണ്ടുവരാം, ഞാനും പിതാവും പുത്രനുമായിട്ട് ഭയങ്കര സുഹൃത്തല്ലേ, വാ നിന്നെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് നമ്മളെ, അതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും നടുക്കിലേക്ക് അങ്ങ് കൊണ്ടുപോകും. 232 അതാണ് പിതാവിനെക്കുറിച്ച്. അപ്പോൾ പിതാവിനെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫാണ്. അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഭാഗങ്ങളാണിതുള്ളത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ക്രിസ്ത്യാനികൾ മാമോദീസ സ്വീകരിക്കുന്നത്. മാമോദീസയ്ക്ക് മുൻപ് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നുവോ എന്ന് 3 ഭാഗങ്ങളുള്ള ഒരു ചോദ്യത്തിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവർ ഉത്തരം നൽകുന്നു. സർവ ക്രിസ്ത്യാനികളുടെയും വിശ്വാസം പരിശുദ്ധ ത്രിത്വത്തിൽ അധിഷ്ഠിതമാണ്. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, നമ്മളിവിടെ നിർത്തുന്നു. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളെ ഒന്ന് സാംശീകരിക്കാം. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തന്നെയാണ്. ആ പരിശുദ്ധാത്മാവ് ഒരു ദൈവീക വ്യക്തിയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ആ പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ് പിതാവിനെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ് പുത്രനെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ആ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസത്തിലുള്ള ആ ജീവിതമാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. 243 നമ്മൾ മനസ്സിലാക്കി. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവനിൽ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതമാണത്. പിന്നെ നമ്മൾ മനസ്സിലാക്കി 653 ആ ദൈവത്വത്തിൻ്റെ 653 നമ്മൾ മനസ്സിലാക്കി യേശു കർത്താവാണെന്നും ആബാ പിതാവേ എന്നുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറയ്ക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവസാനം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം പിതാവിനെക്കുറിച്ച്
പിതാവിൻ്റെ അറിവാണ് പുത്രനും, പുത്രൻ്റെ അറിവാണ് പരിശുദ്ധാത്മാവും എന്ന് വിശുദ്ധ ഇറേനിയോസിൻ്റെ. അപ്പോൾ ഇതെല്ലാത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ചാലക ശക്തി പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.